2010 ജൂണിലാണ് എണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയെ കാണാതാവുന്നത്. കുടുംബവും ദളിത് സംഘടനയും നിരന്തരമായി നിയമ പോരാട്ടം നടത്തി. ഹൈക്കോടതി ഇടപെട്ടു. ഒടുവിൽ ക്രൈംബ്രാഞ്ച് പ്രതിയെ കണ്ടെത്തി. ഇനി അറിയേണ്ടത് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രം. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം പറയുമ്പോഴും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ബിജു പൗലോസും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ഇത് സഹായമായി. പക്ഷേ കുറ്റകൃത്യം ഒളിച്ചുവെക്കാനുള്ള പ്രതിയുടെ വൈദഗ്ധ്യം പോലീസിനെ പോലും വെട്ടിലാക്കി. പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴൊക്കെ ഹൈക്കോടതിയെ പ്രതി സമീപിച്ചിരുന്നു. പ്രതിക്കായി ഹാജരായതാവട്ടെ അഡ്വക്കേറ്റ് ആളൂരും. ഇതിനായി വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ പ്രതി നടത്തിയിരുന്നെന്നും തെളിഞ്ഞിട്ടുണ്ട്. പതിനേഴുകാരി മരിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിയെ കടത്തിക്കൊണ്ടുവന്നതെന്നും ബലാത്സംഗം ചെയ്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇനി മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവണം. കേസിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യവും സംശയത്തിലാണ്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.